സുകുമാരൻ നായർക്കൊന്നും പറയാനില്ല. പഴയ മഹാരാജാവ് കൽപ്പിക്കുന്ന പോലെ തൻ്റെ പണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, താൻ ഇനി ഡയറക്റ്റ് പുള്ളിക്ക് വരണ്ട. മന്നത്ത് പത്മനാഭൻ്റെ കാലത്തുള്ളൊരു നിയമമായത്. ആരെങ്കിലും വലിയ കുഴപ്പക്കാർ വന്നാൽ അവരെ പിരിച്ചുവിടാണ്. അതാരും ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിനുശേഷം വന്ന് ഒരു ജനറൽ സെക്രട്ടറി ഇത് ഉപയോഗിച്ചിട്ടില്ല. ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൂടെ നടക്കുന്നിടത്ത് എനിക്ക് ഈനാമ്പച്ചിയും ബഹുമാനിക്കാൻ പറ്റത്തില്ല, മരപ്പെട്ടിയും ബഹുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും അത് അവരെ നടത്തിക്കോട്ടെ, ഈ സമുദായത്തിന് അവരെ വേണ്ടെങ്കിൽ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൊണ്ട് അവർ നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ NSSൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ്. ഇതൊക്കെ ഇവരൊക്കെ നടത്താൻ കാരണം അഴിമതി വീരൻ പെരുന്നേലിരിക്കുന്നുണ്ടല്ലേ, പോപ്പ് തന്നെ അഴിമതി കിടക്കുന്ന. പിന്നെ ഇതെന്തിനാണ് നമ്മൾ ഈ ചീള് കേസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് എടുക്കാത്തത്. സ്ഥലം എന്തിനാണ് വിറ്റത്? ആ സ്ഥലം അവിടെ കിടക്കത്തില്ല, നമുക്ക് വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സാറേ? അല്ല, എത്ര ചോദിച്ചുള്ളൂ. സാറേ അത് വിൽക്കണമായിരുന്നോ, വിൽക്കണോ എന്ന് ചോദിച്ചു. വാക്ക് ചോദിച്ചാണ്. അത് ചോദിച്ചു. ഇനി ഇവൻ ഇവിടെ വേണ്ട. പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റ് KB ഗണേഷ് കുമാർ, അദ്ദേഹം പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റുമാണ്. R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്, മന്ത്രിയാണ്. അദ്ദേഹത്തിന് നിയമം ബാധകമല്ല. സുകുമാരൻ നായർക്കറിയാം താൻ ആരാണെന്നും അറിയാം, താൻ ആരായിരുന്നു എന്നും അറിയാം. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാൾ ഈ കസേരയിലിരുന്നാൽ NSSനെ ക്ഷുദ്രജീവിയെ ബാധിച്ചിട്ടുണ്ട്. NSSനെ ക്ഷുദ്രജീവി ബാധിച്ചിട്ട് ഒറ്റ ക്ഷുദ്രജീവിയേ ഉള്ളൂ. താങ്കൾ NSS ജനറൽ സെക്രട്ടറിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് 4 രീതിയിലാണ്. 1 കെടുകാര്യസ്ഥത, 2 അഴിമതി, 3 സ്വജനപക്ഷപാതം, 4 ഏകാധിപത്യം. ഈ 4 രീതിയിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ 4ാമത്തെ താങ്കൾ പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് ഏകാധിപത്യം എന്ന് പറയുന്നത്. അത് NSS ജനറൽ സെക്രട്ടറി താങ്കൾ പറഞ്ഞൊരു കാര്യമാണ്, ഏകാധിപത്യമാണ്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, അദ്ദേഹം ഹിറ്റ്ലറെ പോലെ അല്ലെങ്കിൽ മുസോളിനെ പോലെ അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെയാണോ അദ്ദേഹം ഏകാധിപതി എന്ന് താങ്കൾ വിശേഷിപ്പിക്കാൻ കാരണം? ഈ മുസോളിനിയും സ്റ്റാലിനും അതല്ലെങ്കിൽ ഹിറ്റ്ലറും അതൊന്നും ഇതിൽ വരില്ല. അല്ല, അവരൊക്കെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു പിൻബലം ഉണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണം പോലും പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. യാതൊരു നിയമപരമായ പിൻബലവും ഇല്ലാതെ പഴയ രാജാക്കന്മാർ കൽപ്പിക്കുന്ന പോലെ കല്ലെ പിളർക്കുന്ന കൽപ്പനയാണ് സുകുമാരൻ നായർ പുറപ്പെടുവിക്കുന്നത്. അതേ ചെയ്യുന്നത് ഡയറക്റ്റ് ബോർഡിൽ ഒരാളെ ഇഷ്ടമല്ലാവുന്നു. താൻ നാളെ തൊട്ട് ഈ ഡയറക്റ്റ് ബോർഡ് വരണ്ട. NSSൻ്റെ ജനറൽ സെക്രട്ടറി NSS ഡയറക്റ്റ് ബോർഡ് മെമ്പറോട് പറയുന്നത് താൻ നാളെ തൊട്ട് വരണ്ട ഇങ്ങോട്ട്. പിന്നെ അതിൽ പോകാൻ പറ്റുകയില്ല. നേരമായിട്ട് എന്ത് പിൻബലമാണുള്ളത്? അപ്പോൾ ഹിറ്റ്ലറിന് സമയം എന്ന് പറയാം. അല്ല, ഞാൻ പറഞ്ഞത് ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനും ഒക്കെ ചെയ്യുമ്പോഴേ ഇവരെ ഒരു കുറ്റവിചാരണ നടത്തും. അവരുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം ഉണ്ടാകും. അവർക്കൊരു കോർട്ട് ഓഫ് ലോ ഉണ്ട്. അതൊരു പ്രഹസനമാണെങ്കിൽ പോലും ഹിസ്റ്ററി അധ്യാപകനായതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അവരെ ഈ ഹിറ്റ്ലർ നടത്തിയ ഈ ഗ്യാസ് ചേമ്പറിലേക്ക് പറ്റിയ ഹോളോകാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു നിയമത്തിൻ്റെ പേരെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും പറയും. സുകുമാരൻ നായർക്കൊന്നും പറയാനില്ല. പഴയ മഹാരാജാവ് കൽപ്പിക്കുന്ന പോലെ തൻ്റെ പണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, താൻ ഇനി ഡയറക്റ്റ് പുള്ളിക്ക് വരണ്ട. ഉടനെ ഈ ഡയറക്ടറോടും പറയുമ്പോഴേക്കും റാൻ തോർ തരയെ കെട്ടി അയാളെ പോവും. ഉടനെ വേറെ എടുത്തിനെ പറ്റി നീ ഞാൻ നാളെ തൊട്ട് ഡയറക്ടറോടും പറയും എന്ന് പറഞ്ഞാൽ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞതിനും അപ്പുറമാണ്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ലൂയി 14 പറയുമ്പോഴേ അതിനൊന്നും വലിയ രാജാവിൻ്റെ ഒരു അധികാരം എന്തെങ്കിലും രേഖയിലുണ്ട്. ഇതൊരു രേഖയിലും ഇല്ലാത്ത പോലെയാണ് ചെയ്യുന്നത്. എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഒരു ഡയറക്ടർ മെമ്പർ നാളെ തൊട്ട് വരണ്ട എന്ന് പറയുമ്പോഴേ അത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾക്ക് എന്താണ്, ഏത് അടിസ്ഥാനത്തിലാണ് നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് എന്താണ് അവകാശം? താങ്കളുടെ കുടുംബ സ്വത്താണോ ഇത്? ഇതാരും ചോദിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹം ചെയ്യുന്ന വേറൊരു മാർഗം, ഒരു യൂണിയൻ പ്രസിഡൻ്റ് അവിടെ വന്നു അയാളെ ഒഴിവാക്കണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ യൂണിയനിൽ കമ്മിറ്റിയിലുണ്ട്, അവരുടെ ആളുകളെ 5-6 പേരെ കയ്യിലെടുക്കും. എടുത്തിട്ട് അതിലൊക്കെ യൂണിയൻ സെക്രട്ടറിയാണ് ഉപയോഗിക്കുന്നത്. യൂണിയൻ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ NSSൻ്റെ പെയ്ഡ് സ്റ്റാഫാണ്. അല്ല, തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി ഒന്നുമല്ല, പെയ്ഡ് സ്റ്റാഫ് ഉദ്യോഗസ്ഥന്മാരാണ്. ജനറൽ സെക്രട്ടറി പറയുന്നത് യൂണിയൻ സെക്രട്ടറി ചെയ്യും. യൂണിയൻ സെക്രട്ടറിമാരുടെ സെക്രട്ടറി ജനറലാണ് ഈ NSS സെക്രട്ടറി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരുടെ എല്ലാം നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ പറയും ആ യൂണിയൻ ഏതെങ്കിലും A അല്ലെങ്കിൽ B ഒരു യൂണിയൻ അട്ടിമറിക്കണം. അപ്പോൾ അവിടെ കുറേ പേരെ വിളിച്ചുകൊണ്ടിരാൻ പറയും. അപ്പോൾ NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആവണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർ, പിന്നെ പ്രത്യേകിച്ച് നായന്മാരാണെന്നല്ലോ, തമ്മിത്തെല്ലാം കിട്ടുന്ന അവസരമൊന്നും അവർ വിനിയോഗിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാകയും സ്പർദ്ധയുമായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് അസ്വസ്ഥതയുള്ള ആരെങ്കിലും 3-4 പേരെ പിടിച്ച് അവരെ ഡയറക്ടർ ബോർഡിലാക്കാം, അല്ലെങ്കിൽ ഒരു നിയമനം കൊടുക്കാം, ഇതൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞ് അവരെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് സുകുമാരൻ നായരുടെ അടുത്ത് വരും. അതേപോലെ നിങ്ങളെല്ലാം കൂടി ഒരു പ്രമേയം പാസ്സാക്കി തരണം, ഇയാളെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഒപ്പിട്ട് കൊടുത്ത് ഒരു പ്രമേയം പാസ്സാക്കും. ഈ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഈ യൂണിയൻ പ്രസിഡൻറ്റിനെ അങ്ങ് പിരിച്ചുവിടും. പിരിച്ചുവിടേണ്ട ചുമതല ഈ NSS രജിസ്ട്രാർക്കുള്ളതാണ്. ഇതൊന്നും ഈ അധികാരമുള്ള കാര്യമല്ല ചെയ്യുന്നത്. NSS രജിസ്ട്രാർക്ക് അങ്ങനെ പിരിച്ചുവിടാൻ ഒക്കത്തില്ല. ഇത് നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ നിയമം, അതായത് നിസ്സാരമായി എങ്കിലും ഒരു നിയമം ഉണ്ടായിരുന്നു, യൂണിയനിലെ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാക്കുന്ന ആളുകളെ അങ്ങനെ വന്നാൽ യൂണിയൻ കമ്മിറ്റി പിരിച്ചുവിടാവുന്നതാണ് എന്നൊരു ബൈലോയിലൊരു പ്രൊവിഷൻ 1925 അന്ന് NSS രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഇതിനകത്തുണ്ട്. മന്നത്ത് പത്മനാഭൻ്റെ കാലത്തുള്ളൊരു നിയമമായത്. ആരെങ്കിലും വലിയ കുഴപ്പക്കാർ വന്നാൽ അവരെ പിരിച്ചുവിടാണ്. അതാരും ഉപയോഗിച്ചിട്ടേ ഇല്ല. അതിനുശേഷം വന്ന് ഒരു ജനറൽ സെക്രട്ടറി ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്ന 1985 അന്ന് നാരായണ പണിക്കരാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി. എന്ന് പറഞ്ഞാൽ ഭരണം സുമാരൻ നായർക്കാണെന്ന് വിചാരിച്ചു. അന്ന് മഞ്ചേരി താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന മഞ്ചേരി ഭാസ്കരൻ നായരെയാണ് ആദ്യമായിട്ട് പിരിച്ചുവിടുന്നത്. 356 വകുപ്പ് ആദ്യം ഉപയോഗിച്ച കേരളത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു നിയമപരമായ പിൻബലമുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ വളരെ വേഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പിരിച്ചുവിട്ടത്. പിന്നെ ഇതിനെതിരെ കേസല്ലേ കൊടുക്കേണ്ടത്? നമ്മുടെ രാജ്യത്ത് കേസ് കൊടുത്ത് എന്തെങ്കിലും ആരെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അത് വലിയ പ്രയാസമാണ്, അത് വലിയ ലോങ് പ്രോസസ്സാണ്. അങ്ങനെ മഞ്ചേരി ഭാസ്കരൻ നായരെ പിരിച്ചുവിട്ടു. മഞ്ചേരി ഭാസ്കരൻ നായർ ഇതിനെ പിരിച്ചുവിട്ടെന്നറിയാം. അന്ന് 1984 NSSൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ N ഭാസ്കരൻ നായർക്ക് വേണ്ടിയാണ് മഞ്ചേരി ഭാസ്കരൻ നായർ പ്രവർത്തിച്ചത്. ജയിച്ചത് നാരായണ പണിക്കരുമാണ്. അതിനെ പിരിച്ചുവിട്ടത്. ഇത് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം, 1925 മന്നത്ത് പത്മനാഭൻ്റെ കാലത്തുണ്ടായ ഒരു വകുപ്പ് ആദ്യമായി ജനാധിപത്യ വിരുദ്ധമായിട്ട് ഉപയോഗിക്കുന്നത് നാരായണ പണിക്കരാണ്. കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ എത്രയോ കാലം NSS ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു. MP മന്മഥൻ, ആരൊക്കെ പ്രഗത്ഭന്മാരിരുന്നു, അവരൊക്കെ പ്രഗത്ഭമതികളായിരുന്നു. അവർക്കാർക്കും വിമർശനത്തിനെ ഭയമില്ലായിരുന്നു. കാരണം മടിയിൽ കനമുള്ളവനല്ലേ വഴി പേടിക്കേണ്ട ആളായിരുന്നു നാരായണ പണിക്കർ. അതുകൊണ്ടാണ് ഇത് വന്നത്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ വകുപ്പ് അനുസരിച്ചാണ് ഇത് ഇവരെ പിരിച്ചുവിടുന്നത്. പിന്നെ ഇവരൊരു ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭേദഗതി അവസാനം വരുത്തിയിട്ട് ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമുണ്ട്. അതിനകത്ത് പറയുന്നത് NSS താലൂക്ക് യൂണിയൻ്റെ ബൈലയിൽ 56 പറയുന്നത്, താലൂക്ക് യൂണിയൻ നിബന്ധനയുമുണ്ടാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നത്, യൂണിയനിൽ വല്ല കുഴപ്പവും ഉണ്ടായാൽ ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം ഒരു ക്ലിപ്ത കാലത്തേക്ക് യൂണിയൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി യൂണിയൻ ഭരണം യുക്താനുസരണം ഏതെങ്കിലും ഒരാളെയോ കമ്മിറ്റിയോ ഏൽപ്പിച്ച് നടത്താൻ രജിസ്ട്രാർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. രജിസ്ട്രാറുടെ തന്നെ അധികാരം സത്യത്തിന് ഈ കമ്പനി ആക്ട് അനുസരിച്ച് ചെയ്യാൻ ഒരു അധികാരവും ഇല്ല. യാതൊരു അധികാരവും ഇല്ല. ചുമ്മാ ഒരു ശമ്പളം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുള്ളതല്ല. കോടതി, ഞാൻ പറഞ്ഞു, നീതിന്യായ സംവിധാനം പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു രാജ്യത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കോടതി കേസ് കൊടുക്കും, അത് നീണ്ടുപോകും. പിന്നെ ഏത് അനധികൃതമായ മാർഗ്ഗം ഉപയോഗിച്ചും അധികാരം കൈവശപ്പെടുത്തിയാൽ അതവിടെ തുടരും. കോടതി വിധി വരണ്ടേ? അതൊരുപാട് പ്രോസസ്സാണ്, ലോങ് പ്രോസസ്സാണ്. വിധി വരത്തില്ല. അപ്പോൾ താമസിച്ചെത്തുന്ന വിധിയുടെ അല്ലെങ്കിൽ താമസിച്ചെത്തുന്ന നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സുകുമാരൻ നായരാണ്. താമസിച്ചെത്തുന്ന നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സുകുമാരൻ നായർ. അത് ഞാൻ പറയാം, കുമാരൻ നായർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന കേസിലേക്ക് ഇനിയും വരുന്നുണ്ട്. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് വിശദാംശമായിട്ട് പറയാം. അപ്പോൾ ഇതിലാണ് സുകുമാരൻ നായർ ഇത് ചെയ്യുന്നത്. അപ്പോൾ രസകരമായ ഒരു കാര്യം, ഞാൻ കോന്നിക്കാരനാണ്. പത്തനംതിട്ട താലൂക്ക് യൂണിയനിലെ മെമ്പറായിരുന്നു. ദീർഘകാലം ഞാൻ പത്തനംതിട്ട താലൂക്ക് യൂണിയൻ മെമ്പറായിരുന്നു. അന്ന് പിന്നെ മക്കപ്പുഴ വാസുപിള്ള സാറായിരുന്നു NSSൻ്റെ യൂണിയൻ പ്രസിഡൻറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പിന്നെ സുകുമാരൻ നായരും മക്കപ്പുഴ വാസുപിള്ളയും സുകുമാരൻ നായർ ഈ നാരായണ പണിക്കരും കൂടി ചങ്ങനാശ്ശേരി വന്നപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ച് പെരുന്നേ വഴിക്ക് പോകണ്ട, ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൂടെ നടക്കുന്നിടത്ത് എനിക്ക് ഈനാമ്പച്ചിയും ബഹുമാനിക്കാൻ പറ്റത്തില്ല, മരപ്പെട്ടിയും ബഹുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും അത് അവരെ നടത്തിക്കോട്ടെ, ഈ സമുദായത്തിന് അവരെ വേണ്ടെങ്കിൽ ഈനാമ്പച്ചിയും മരപ്പെട്ടിയും കൊണ്ട് അവർ നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ NSSൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചാണ്. കാരണം എനിക്ക് അന്നേ മനസ്സിലായി ഇത് നാശത്തിലേക്ക് പോവുക. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. മക്കപ്പുഴ വാസുപിള്ള സാറുള്ള സമയത്താണ് ഞാൻ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ അന്ന് ആ കമ്മിറ്റി വളരെ പെർഫെക്റ്റായിട്ട് അറിയും. അതിനുശേഷം പിന്നീട് വന്നത് നരേന്ദ്രനാഥൻ നായരാണ്. അദ്ദേഹം വളരെ പെർഫെക്റ്റ് ജഡ്ജിയായിരുന്നു, ഡിസ്ട്രിക്ട് ജഡ്ജിയായിരുന്നു, നല്ല പ്രഗത്ഭനായ അഭിഭാഷകനുമായിരുന്നു. അദ്ദേഹം കോന്നിക്കാരനാണ്. ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം മണിച്ചേട്ടാന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഇരുന്നപ്പോൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. 1 രൂപയുടെ കറക്ഷനുള്ള ആളല്ല, എല്ലാം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകണമെന്ന് പിന്നെ ആഗ്രഹിച്ച ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. ഏറ്റവും വലിയ കാര്യം, ഞാൻ അദ്ദേഹമായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ള ആളാണ്. ഞാൻ ആ NSSൻ്റെ പൊതുയോഗത്തിൽ അദ്ദേഹത്തെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. വിമർശനം കഴിയുമ്പോൾ എൻ്റെ തോളെ തട്ടി ചെയ്യും, ഗോവ ഇത്രയൊക്കെ പറയണമായിരുന്നു. അടുത്ത കമ്മിറ്റിക്ക് വിളിക്കും. ഞാൻ ചിലപ്പോൾ വിമർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറിലാണ് കോന്നിലോട്ട് പോകുന്നത്. എത്ര വലിയ ജനാധിപത്യം എന്ന് ആലോചിച്ചിരിക്കണം. ഞാൻ ആ വിമർശിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാപ്പ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാൻ ചേച്ചിയോട് പറയും, ഗോവ വന്ന് നമുക്ക് ചായ എടുക്കുമെന്ന് പറയും.
എന്നിട്ട് ചിലപ്പോൾ തമാശയായിട്ട് പറയും ഇന്ന് എന്നെ റെഡിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയും. ഇതൊരു ഞാൻ പറയുന്ന വസ്തുതയാണ്, അദ്ദേഹത്തിന് ഞാൻ പറയുന്ന വസ്തുതയാണെന്നറിയാം. അദ്ദേഹത്തിനല്ല വിമർശിക്കുന്നത്, അവിടെ നടക്കുന്ന ചില സംഭവങ്ങളെയാണ്. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. എല്ലാ കാര്യങ്ങളിലൊന്നും പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞു വന്നത് അന്നൊരു ജനാധിപത്യം ഉണ്ടായിരുന്നു. ഈ താലൂക്ക് യൂണിയനിൻ്റെ ഒരു പ്രസിഡൻറ്റ് വന്നു. ഞാൻ എൻ്റെ സുഹൃത്തായ പ്രസിഡൻറ്റിൻ്റെ പേര് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പ്രസിഡൻറ്റിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം വലിയ അഴിമതി കാണിച്ചവിടെ. അത് ആരോപണം. അതായത് കോവിഡ് കാലത്ത് ലോകത്തുള്ള എല്ലാ ഹോട്ടലുകളും അടച്ചിട്ടിരുന്നപ്പോഴേ ഇദ്ദേഹം കൊടുത്ത ഒരു കണക്കിൽ 60, 65, 65,000, 70,000 അത് 1,50,000 എന്താ തുക ഹോട്ടലിൻ്റെ ചിലവ്. ഹോട്ടലെല്ലാം അടച്ചിട്ടിരിക്കുക. പക്ഷേ ഇനി അദ്ദേഹം ഹോട്ടലിൽ പോയി തുറപ്പിച്ചാന്ന് ഓട് പൊളിച്ച ഹോട്ടലിലാണെന്നൊന്നും ഇനി എനിക്ക് അറിഞ്ഞു. എന്തായാലും ഹോട്ടൽ ചിലവുമുണ്ട്, അതെഴുതി. അതൊരു ചർച്ചയായി. അപ്പോൾ കറപ്ഷൻ വളരെ ക്ലിയറാണ്. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ പത്തനംതിട്ട താലൂക്ക് യൂണിയൻ്റെ കീഴിലാണ് കോന്നിയിലെ NSS കോളേജ്. ഈ കോളേജിൽ അടിക്കാനുള്ള പെയിൻറ്റ് താലൂക്ക് യൂണിയൻ വാങ്ങിച്ചു. പുള്ളി പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഭിത്തിയെല്ലാം തൂട്ടേച്ച് ബാക്കി വൃത്തിയായിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് എൻ്റെ വീടങ്ങ് പെയിൻ്റ് അടിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട് കൊണ്ടുപോയി ഈ പെയിൻ്റ് എടുത്ത് ഉപയോഗിച്ചു. ഈ പെയിൻറ്റ് കൊണ്ടുപോകുന്നതും ഈ ഡയലോഗും ടെലിഫോണിൽ നടത്തിയ സംഭാഷണം അടക്കം ഈ അഴിമതിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പറയുന്നില്ല. എനിക്ക് സ്നേഹമുള്ള ഒരാളായതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. എന്തായാലും ശരി, ഇതൊക്കെ ഇവരൊക്കെ നടത്താൻ കാരണം അഴിമതി വീരൻ പെരുന്നലിരിക്കുന്നുണ്ടല്ലേ, പോപ്പ് തന്നെ അഴിമതി കിടക്കുന്ന. പിന്നെ ഇതെന്തിനാണ് നമ്മൾ ഈ ചീള് കേസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാനിത് എടുക്കാത്തത്. എന്തായാലും അവിടെ പോയി ഇയാളുടെ പേര് പരാതി കൊടുക്കാൻ പോയി. അപ്പോൾ പരാതി കൊടുക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സ്മരണയിൽ പറഞ്ഞു, ഇയാൾക്കെതിരായിട്ടൊരു അവിശ്വാസ പ്രമേയം നിങ്ങൾ പാസ്സാക്കുക, ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പ്രസിഡൻറ്റിനെ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഴിമതി ആരോപണം, ഇദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളുകളെല്ലാം കൂടെ നല്ല ഒരു കത്ത് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഭൂരിപക്ഷം പേര് ഒപ്പിട്ടിരിക്കുക. അത് ഈ കമ്മിറ്റി പിരിച്ചുവിട്ടു. ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് എന്തായെന്നറിയാം? അഴിമതി ആരോപണ വിധേയനായ പ്രസിഡൻ്റ് ഇല്ലയോ, ആ പ്രസിഡൻറ്റിനെ ഉൾപ്പെടുത്തി നന്നായിട്ട് അഴിമതി നടത്താൻ പറ്റുന്ന കുറേ പേരെ വെച്ച് വേറെ കമ്മിറ്റി അങ്ങ് രൂപീകരിച്ചു. അതായത് ഇതൊരു വലിയ ഹാസ്യ നാടകം പോലാണ്. അങ്ങനെ ഇവർ അഴിമതി ആരോപണം ഉന്നയിച്ചവൻ വെളിയിൽ പോയി. അഴിമതിക്കാരൻ വീണ്ടും പ്രസിഡൻ്റായിട്ട് തുടർന്നൊന്നും മാത്രമല്ല, ഇയാൾക്ക് അത്യാവശ്യം മോഷണം നടത്താൻ സൗകര്യം കൊടുക്കുന്ന നല്ലൊരു കമ്മിറ്റി എടുക്കുകയും ചെയ്തു. കാരണം ഞാൻ സംശയിക്കുന്ന ഇതിൻ്റെ വിഹിതം കൃത്യമായിട്ട് പെരുന്ന പോപ്പിന് എത്തുന്നതുകൊണ്ട് അല്ലേ ചെയ്യത്തില്ല. പിന്നെ ആളുകൾ പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിഞ്ഞൂടാ. പെരുന്ന പോപ്പിൻ്റെ മുന്നിലാണ്, അതായത് പെരുന്നേ ചെന്ന് കഴിഞ്ഞാലേ 3 പ്രതിഷ്ഠയുള്ളത്. ഒന്ന് പ്രധാന ദൈവം, അത് ഈ തൃക്കണ്ണ് തുറക്കുന്ന മഹാദേവൻ ശക്തനാണ്. അദ്ദേഹം തൃക്കണ്ണ് തുറന്നാൽ പിന്നെ ഈ ഡയറക്റ്റ് ബോർഡുമില്ല, ഭരണസഭ എല്ലാവരും ഒന്നും എല്ലാം ഭസ്മമായി പോകും. പിന്നെ വരുന്നത് ആദ്യം ചെന്ന് കാണേണ്ടത് ഗണപതി ഭഗവാനെയാണ്. ഗണപതി ഭഗവാൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം മകനാണ്. അദ്ദേഹത്തിന് ഈ സോഷ്യൽ വെൽഫെയറൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഗണപതി ഭഗവാനെ കാണാം. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന മൂന്നാമത്തേത് ഭദ്രകാളിയാണ്, ദേവതയാണ്. അത് ഭയങ്കര പവർഫുള്ളാണ്. ദേവതയെ പോയി കാണാം. അത് മാർഗമില്ലാതെ വന്ന കോളേജിൽ കയറിയതാണ് ദേവത. അപ്പോൾ ദേവതയുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയണ്ട. അപ്പോൾ ഈ പത്തനംതിട്ട താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ഈ ഗണപതി ഭഗവാനെ കണ്ടു. അദ്ദേഹത്തിന് വേണ്ടി നിവേദ്യങ്ങളും ഒക്കെ അവിടെ ചെയ്തു. അദ്ദേഹത്തിന് വേണ്ടി നിവേദ്യം എന്താണെന്നുള്ളതിന് ചങ്ങനാശ്ശേരിക്കാർ പറയും, ഞാനായിട്ട് പറയുന്നില്ല. എന്തായാലും ശരി, മഹാദേവൻ്റെ തീരുമാനമെടുത്തു. എൻ്റെ കൈ കിട്ടിയാൽ അത്യാവശ്യം ഭംഗിയായിട്ട് അടിമതി നടക്കുന്നൊരു വച്ചനവന്, അതുകൊണ്ട് അവൻ അവിടെ തുടരട്ടെ, ഈ ആരോപണം ഉന്നയിച്ചെല്ലാം പുറത്ത് പോട്ടെന്ന് പറഞ്ഞു. ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് ഈ വകുപ്പ്. ഇതാണ് NSSൻ്റെ ബയോയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വകുപ്പ്. ഇതനുസരിച്ചാണ് ഇത് പിരിച്ചുവിടുന്നത്. പിരിച്ചുവിടാൻ അദ്ദേഹം നടത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ യൂണിയൻ സെക്രട്ടറിമാരെയാണ് ഇദ്ദേഹം ഇതിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഹൈറേഞ്ച് യൂണിയൻ നന്നായിട്ട് നടക്കുന്നൊരു യൂണിയനാണ്. ഹൈറേഞ്ചിലുള്ള അവിടുത്തെ ഒരു പഴയ നായർ പ്രമാണി, അദ്ദേഹത്തിൻ്റെ പേര് പ്രഭാകരൻ എന്നായിരുന്നു, സംതിങ് അങ്ങനെ കണ്ടാണ്. അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന 3-4 ഏക്കർ സ്ഥലം, ഇന്നത്തെ കാലത്താണ് നയിക്കണം, 4 ഏക്കറാണെന്നോ 5 ഏക്കർ അതെനിക്കറിയില്ല, അദ്ദേഹം ഈ യൂണിയന് വിട്ടുകൊടുത്തു. അവിടെ പിന്നെ ഈ ഹൈറേഞ്ചൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സമ്പന്നന്മാരായ ഒരുപാട് കൃഷിക്കാരുണ്ട് ഈ നായന്മാരുടെ കൂട്ടത്തിൽ. അവരെല്ലാം കൂടെ ഒക്കെ ചുറ്റിയും അതും ഇതുമൊക്കെ നല്ല ലോണും ഒക്കെ എടുത്ത് നല്ല ഗംഭീര ഒരു ഓഡിറ്റോറിയം, ഞാനവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, നല്ല മനോഹരമായ ഒരു ഓഡിറ്റോറിയം. ഒരു 2000 പേർക്ക് ഇരിക്കാൻ മതി. ഒരു ഓഡിറ്റോറിയം, കുഞ്ഞ ഓഡിറ്റോറിയം അല്ല, അതിൻ്റെ ബാൽക്കണിയും ഒരു സിനിമാ തിയേറ്ററിനേക്കാളൊക്കെ വലിയൊരു ഓഡിറ്റോറിയം. ഫ്രണ്ടിൽ നല്ല മന്നത്ത് പത്മനാഭൻ്റെ നല്ല ഐശ്വര്യമുള്ളൊരു പ്രതിമയും ഒരു ചെറിയ പൂന്തോട്ടവും ഒക്കെ വെച്ച് അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ ഓഡിറ്റോറിയം പണിയുന്നത്? ഒന്നും എങ്ങും പണിയുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവിടെ എങ്ങാണ്ട് NSSൻ്റെ ബജറ്റ് മീറ്റിംഗ് നടന്ന സമയത്ത് എന്തോ ഈ ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡൻറ്റ് മണിക്കുട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എന്തോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരത്തിൽ ഈ റാൻ എന്ന് പറയാനുള്ളത് ഒരു ചെറിയ താമസം വന്നു. യൂണിയൻ പ്രസിഡൻറ്റുമാർ നിൽക്കുന്ന ഒരു പടം ഞാൻ അയച്ചുതരാം. അതിനകത്ത് ആലുവ യൂണിയൻ പ്രസിഡൻറ്റ്
ആലുവയിലെ കരയോഗക്കാരിയാക്കെതിരായിട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ ആലുവ യൂണിയൻ പ്രസിഡൻറ്റ് സമസ്താപാദത്തിൽ തൊട്ട് പിന്നെ സമസ്താപരാധങ്ങളും പറയാൻ പോയി. ഇയാൾ അദ്ദേഹത്തിൻ്റെ കാലെ തൊട്ട് തൊഴുന്നുണ്ട്. കരയോഗക്കാരനാ സുകുമാരൻ നായരെ വിമർശിച്ചത്. അവർക്കെല്ലാം വേണ്ടി യൂണിയൻ പ്രസിഡൻറ്റ് പോയി നേരെ പാദ നമസ്കാരം ചെയ്യുകയാണ്. അപ്പോൾ പാദത്തിലോട്ട് കുനിഞ്ഞ് വീഴാനായിട്ട് മഹാനായ NSS ആലുവ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് ശ്രമിക്കുന്നതിൻ്റെ പകുതി കുനിഞ്ഞു. മൊത്തം കിട്ടിയില്ല, കാരണം കസേരയുടെ താഴെ പോവും, മേശയുടെ താഴെ പോകും, അതിൻ്റെ ഫോട്ടോ കിട്ടത്തില്ല. ആ മുങ്ങാൻ പോകുന്ന ഭാഗം, അവസാന ഭാഗം വരെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്ഥിതി. ഞാൻ പറഞ്ഞത്, ഒരു സമുദായത്തിന് അഭിമാനം, ആത്മാഭിമാനം, അന്തസ്സൊക്കെ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കാൻ? ഇപ്പോൾ ഇങ്ങനെ പിരിച്ചുവിടാം. ഒന്ന് ഹൈ റേഞ്ച് യൂണിയൻ, മറ്റൊന്ന് മാവേലിക്കര യൂണിയൻ. മാവേലിക്കര യൂണിയനെ അവിടെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളാണ്. വളരെ പ്രഗത്ഭനായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് പ്രസാദ്. CPIയുടെ ഒരു നേതാവ്, പ്രാദേശികമായിട്ട് അദ്ദേഹം നല്ല തിരക്കുള്ളൊരു അഭിഭാഷകനാണ്. അദ്ദേഹം അവിടെ ഒരു CPI നേതാവിന്, എനിക്കൊന്ന് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ സംതിങ് ആരെയോ ഇലക്ഷന് വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ അവിടെ ചെന്നു. അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു. അദ്ദേഹത്തിന് തിരക്കി നോക്കി, ഞാനീ പറയുന്നതിനകത്ത് വല്ല അടിസ്ഥാനപരമായ തെറ്റെന്തെങ്കിലും, അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടു. മീനച്ചിൽ താലൂക്കിൽ, പാലായിൽ മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡൻറ്റ് ഇതേപോലെ ഏതോ ഒരു നിസ്സാരമായ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞു വിട്ടു. വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ വിനോദ് കുമാർ. എനിക്ക് വിനോദ് കുമാറിനെ അറിയാം. അദ്ദേഹം പിന്നെ മഹാരാജാസ് കോളേജിലെ കെമിസ്ട്രിയുടെ പ്രൊഫസറായിരുന്നു. നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, നല്ല സമ്പന്നനാണ്, സംസ്കാരമുള്ള ആളാണ്, നല്ല മതപ്രഭാഷണത്തിനൊക്കെ പോകുന്ന ആളാണ് ഡോക്ടർ വിനോദ് കുമാർ. വിനോദ് കുമാറിനെ എന്തിനാ പിരിച്ചുവിട്ടെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ കന്യാകുമാരിയിലെ സ്ഥലം എന്തിനാണ് വിറ്റത്? ആ സ്ഥലം അവിടെ കിടക്കത്തില്ല, നമുക്ക് വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ സാറേ? അല്ല, എത്ര ചോദിച്ചുള്ളൂ. സാറേ അത് വിൽക്കണമായിരുന്നോ, വിൽക്കണോ എന്ന് ചോദിച്ചു. വാക്ക് ചോദിച്ചാണ്. അത് ചോദിച്ചു. ഇവൻ ഇവിടെ വേണ്ട, ഞാൻ വിൽക്കാൻ തുടങ്ങിയത് വിൽക്കണമെന്ന് ചോദിച്ചോ, വേണ്ട. അദ്ദേഹം പുറത്തായി. അതുപോലെ ആലുവ യൂണിയനിൽ നല്ലൊരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു, അങ്ങേരെ പുറത്താക്കി. ചോദ്യം ചോദിക്കുന്നവൻ ആരും തന്നെ നെയ്യാറ്റിങ്കര യൂണിയന്. ഇനി കുന്നത്തൂർ യൂണിയനിലെ പ്രസിഡൻ്റായിട്ടിരുന്നത് എൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. അയാൾ പോലീസിൽ ഉയർന്നൊരു ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ഒരു കരയോഗം അവിടെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത ഒരു നേതാവിന്, അയാൾ കോൺഗ്രസ്സുകാരനാണ്, അങ്ങേർക്ക് സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിലേക്ക് യൂണിയൻ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഈ കുന്നത്തൂർ യൂണിയൻ പ്രസിഡൻറ്റിൽ ഇങ്ങനെ പോയി, എൻ്റെ വിദ്യാർത്ഥി പോയി. ഈ മീറ്റിങ്ങിന് എന്തിനത്ത് ഞാൻ പോയി, അതിനെ പിരിച്ചുവിട്ടു. അപ്പം കാരണം NSSൻ്റെ യൂണിയൻ പ്രസിഡൻ്റന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്നാണ് നിയമം. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റ് KB ഗണേഷ് കുമാർ, അദ്ദേഹം പത്തനാപുരം താലൂക്ക് യൂണിയൻ്റെ NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡൻറ്റുമാണ്, R ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്, മന്ത്രിയാണ്. അദ്ദേഹത്തിന് നിയമം ബാധകമല്ല. ഈ പാവങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ വലയിൽ ആന കുടുങ്ങത്തില്ലല്ലോ, ചിലന്തിയും കൊച്ചു പാറ്റകൾ, ഈ ഇത്ര സാധനങ്ങളുള്ളതിനകത്ത്. അതെന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പ്രഗത്ഭന്മാരായ നായർ സമുദായ നേതാക്കന്മാരുടെ ഒരു നിര NSS വിട്ടുപോയി. താങ്കളുടെ സ്ഥലത്ത് തന്നെ നോക്കിയോ, നല്ല അന്തസ്സുള്ള ഒരാൾ NSSന് പ്രവർത്തിക്കാൻ പോവില്ല. ഇല്ല. തിരക്കി നോക്കി, എവിടെയെങ്കിലും ഒരു പ്രദേശത്ത് 10 പേരറിയുന്ന, ഒട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, തീർച്ചയായിട്ടും അങ്ങനെയും ഇങ്ങനെയൊക്കെ ചിലരുണ്ട്. ആർക്കും പ്രവർത്തിക്കാൻ ഒക്കാത്ത വിധത്തിൽ തറവാടിത്തമുള്ള, ആത്മാഭിമാനമുള്ള, അന്തസ്സുള്ള, വിദ്യാഭ്യാസമുള്ള, സംസ്കൃതചിത്തന്മാരായ നായർ സമുദായ അംഗങ്ങൾക്ക് NSSൽ പ്രവർത്തിക്കാൻ അസാധ്യമാകുന്നൊരു സാഹചര്യമാണ് സുകുമാരൻ നായർ ഉണ്ടാക്കിയത്. എന്താ കാര്യം വെച്ചാൽ, കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് അറിയാൻ താൻ ആരാണെന്ന്. അവൻ മക്കപ്പുഴ വാസംപിള്ളസാറിനോടൊപ്പം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമില്ല. കടത്തിൽ വേലായുധനാരോടൊപ്പം പ്രവർത്തിക്കാം, അല്ലെങ്കിൽ KP രാമേന്ദ്രൻ നായരോടോ ഉപേന്ദ്രനാഥ ഗ്രൂപ്പിനോടൊപ്പമോ R ബാലകൃഷ്ണപിള്ളയ്ക്കൊപ്പം ഒക്കെ ഒന്നും പ്രവർത്തിക്കാൻ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ബുദ്ധിമുട്ടില്ല. R ബാലകൃഷ്ണപിള്ള കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സമയത്ത് അദ്ദേഹം കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റാണ്. ആദ്യം നിശ്ചിതമായിട്ട് കിടങ്ങൂരിനെ അദ്ദേഹം വിമർശിക്കാൻ പൊതുസഭയെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് R ബാലകൃഷ്ണപിള്ള. ഒരുപാട് പേര് പ്രസംഗം കഴിഞ്ഞാൽ ഒരു സന്തോഷമായിട്ട് പോകും. അവരാരെയും മാറ്റാൻ പോയിട്ടില്ല. കാരണം കിടങ്ങൂരിനറിയാൻ താൻ ആരാണ് എന്ന്. സുകുമാരൻ നായർക്കറിയാൻ താൻ ആരാണെന്നും അറിയാം, താൻ ആരായിരുന്നു എന്നും അറിയാം. ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരാൾ ഈ കസേരയിലിരുന്നാൽ, ഈ കസേരയുടെ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ആളുകളെയാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ട്. ആ പ്രൊഫൈലുള്ള, തനിക്ക് താഴെ പ്രൊഫൈലുള്ള ആളുകളെയാണ് എപ്പോഴും സുകുമാരൻ നായർ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യം നടപ്പിലാക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. ഇതേ മാർഗ്ഗം ഉപയോഗിച്ച് കരയോഗം കമ്മിറ്റികൾ പിരിച്ചുവിടുന്നു, ഇലക്ഷൻ നടത്തത്തില്ല. കരയോഗത്തിൽ ഇലക്ഷൻ നടത്തിയെങ്കിലല്ലേ അവർക്ക് NSSൻ്റെ പൊതുസഭയിലേക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രൽ മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അത് നടത്തുകയില്ല. യൂണിയൻ ഇങ്ങനെ പിരിച്ചുവിടും, കരയോഗം കമ്മിറ്റി പിരിച്ചുവിടും. എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായരുടെ സാംസ്കാരികയോ വിദ്യാഭ്യാസപരമായ നിലവാരത്തിന് താഴെ നിൽക്കുകയോ
അല്ലെങ്കിൽ താഴെ നിൽക്കാൻ സ്വയം സമ്മതിക്കുകയോ ഒന്ന് ചിലർ താഴെ നിൽക്കുന്നവന് അവരുടെ കാര്യം പറയണ്ട, ചിലരങ്ങനെ നിൽക്കാൻ നിർബന്ധിതരാകും. ഇപ്പോൾ നേടിയ വിദ്യാഭ്യാസം ഇല്ലാതാക്കാനൊക്കും. ഡോക്ടർ വിനോദ് കുമാർ PhD നേടിയവനാണ് കെമിസ്ട്രിയിൽ, അത് വേണ്ടെന്ന് നോക്കാനൊക്കത്തില്ല. പിന്നുള്ള മാർഗം സുകുമാരനാരുടെ കാലേ വീഴുക. അങ്ങനെ ചെയ്യാനൊക്കാത്തവന് നിൽക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഏകാധിപത്യം എന്താണ്? അപ്പോൾ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിന് താഴെയുള്ള ആളുകളെ കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ സുകുമാരൻ നായരുടെ പ്രൊഫൈൽ ഞാൻ പറഞ്ഞ അദ്ദേഹം ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഭയമായിരിക്കുമോ? ആരാ? ഞാൻ താഴേക്കടയിൽ നിന്ന് വന്നാണ് ഇന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത്, അതുപോലെ ഇനിയും ആരെങ്കിലുമൊക്കെ താഴേക്കടയിൽ നിന്ന് എന്നെ ചവിട്ടി മുകളിൽ കയറി ഇരിക്കും എന്നുള്ള ഭയമാണോ? എല്ലാ തരത്തിലും ഭയമുണ്ട്. എല്ലാ തരത്തിലും ഭയമുണ്ട്. അല്ല, അവിടെ നിന്നൊരു വാർത്ത അതാ പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് NSSൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് 3 പേരെ സ്ഥലം മാറ്റി. NSSൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം, ഈ ഭയമുള്ള ഈ ഏകാധിപതി എടുക്കുന്ന തീരുമാനം എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പല ആളുകളും പല ഇൻഫർമേഷൻസും തരുന്നുണ്ട്. അത് വെച്ചാൽ ഞാൻ ഈ പറയും, ചിലർ രേഖ തന്നെ അയച്ചു തരുന്നുണ്ട്. അവർക്ക് നായർ സർവീസ് സൊസൈറ്റി നന്നാകണമെന്നുണ്ട്. പ്രാകൃതനും സംസ്കാരശൂന്യനുമായ ഇത്തരം ഒരു ഏകാധിപതിയും ഈ മഹത്തായ സംഘടനയെ രക്ഷിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് അയച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ ഏകാധിപതിയെ സഹായിക്കാൻ കുടുംബമല്ലാതെ വേറെ പുറമേ നിന്നുള്ള NSS ആരും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഏതെങ്കിലും ഒരു നേതാവ് സുകുമാരൻ നായരെ ന്യായീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ആലോചിക്കുക. സുകുമാരൻ നായരെ പിന്നെ ന്യായീകരിച്ചുകൊണ്ട് NSSൻ്റെ പ്രസിഡന്റ് ഇറങ്ങിയിട്ടുണ്ടോ? NSS വൈസ് പ്രസിഡന്റ് സംസാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ പ്രതികരിച്ച് സംഗമത്തിന് പോയി എന്നുള്ള വേറെ കാര്യം, അത് NSSനെ പ്രതികരിച്ച് പോയതല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, NSSൻ്റെ പ്രസിഡന്റ് വളരെ മാന്യനായ ആളാണ്. അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് പിന്നെ NSSൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഡോക്ടർ ശശികുമാർ. അപ്പം അത് പിന്നെ കൊറ്റനാട്ട് മാധവൻപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്, കൊറ്റനാട്ട് മാധവൻപിള്ള. അദ്ദേഹമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ചെറുപ്പമാണ്, അന്ന് അവിടെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. വലിയ വാത്സല്യമായിരുന്നു. ഞാൻ അന്ന് എനിക്ക് 22-23 വയസ്സല്ലേ ഉള്ളൂ. വലിയ വാത്സല്യമായിരുന്നു ഇവർക്കൊക്കെ എന്നോട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ. വളരെ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹം നിശബ്ദനാണ്. NSSൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നൊരു പദവിയായിട്ട് കരുതുന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തുടരുന്നു എന്ന് മാത്രം. സഞ്ജിത് കുമാർ വളരെ മാന്യനാണ്. ഇന്ന് ഞാനും താങ്കളും മുഴുവൻ കഴിക്കാൻ പത്മ കാഫേ പോയപ്പോഴേ സംഗീത് കുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ മാന്യനാണ്. എനിക്ക് അതിൽ നല്ല അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ കൈക്കൂലി വാങ്ങിക്കുന്നവനുണ്ട്, ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവനുണ്ട്. അത് അതിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് എൻ്റെ കയ്യിലുണ്ട് താനും. അത് ഞാനിപ്പോൾ അങ്ങോട്ട് എടുക്കാത്ത അതിൻ്റെ കാര്യം ഇല്ല. ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഞാൻ അതിലൊന്നും എടുക്കാനേ പോകുന്നില്ല. ഇതിൻ്റെ അത്യാവശ്യം സുകുമാരൻ നായരിൽ നിന്ന് ഈ നായർ സർവീസ് സൊസൈറ്റിയെ മോചിപ്പിക്കുക, അങ്ങയുടെ മകള് NSS ജനറൽ സെക്രട്ടറി ആകുന്ന തടയുക. ഇതല്ലാതെ ഞാൻ മാത്രമല്ല, ഈ NSSനെ സേവ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. ഈ ഏകാധിപത്യം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും. സുകുമാരൻ നായരുടെ ഈ ഏകാധിപത്യ പ്രവണതയും കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് അടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, NSSനെ ക്ഷുദ്രജീവിയെ ബാധിച്ചിട്ടുണ്ട്. NSSനെ ക്ഷുദ്രജീവി വെച്ചിട്ട് ഒറ്റ ക്ഷുദ്രജീവിയേ ഉള്ളൂ. ആ ക്ഷുദ്രജീവിയുടെ പേര് G. സുകുമാരൻ നായർ എന്നാണ്. വേറെ ഒരു ക്ഷുദ്രജീവിയും NSSനില്ല. ആ ക്ഷുദ്രജീവിക്ക് പറ്റുന്ന കീടനാശിനികൾ തയ്യാറാക്കി വരികയാണ്. അധികകാലം എന്തായാലും ഈ ക്ഷുദ്രജീവിയുടെ ഉപദ്രവം നായർ സർവീസ് സൊസൈറ്റിക്ക് ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമം നടക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വൈകിയെത്തുന്ന നീതി അത് ഒരു ഏകാധിപതിയെ നിയമരഹിതമായി കസേര കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരാളിനെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആനുകൂല്യത്തിൽ മാത്രം തുടരുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അതുകൊണ്ട് ഏകാധിപത്യത്തെക്കുറിച്ച് എനിക്കതാ പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.